ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രശാന്ത് വയലറ്റ് ആണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് യമഹ RXZ ഒരു റിവ്യൂമായാണ്. ആദ്യം തന്നെ ബോഡി പാർട്സിന് ചെയ്തിരിക്കുന്ന പെയിന്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഫ്യൂൽ ടാങ്കിന്റെ ഈ തുടക്കത്തിൽ കാണുന്ന സിൽവർ, ഈ ഗ്രീൻ കളറും മിക്സ് ചെയ്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫ്യൂൽ ടാങ്കിന്റെ തുടക്കത്തിൽ കാണുന്ന മെറ്റാലിക് സിൽവർ ക്യാപ്സീലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഗ്രീൻ കളറ് മെറ്റാലിക് സ്പാർക്ലിംഗ് ഒലീവാണ്, അതും നമ്മൾ ക്യാപ്സീൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ മുകളിൽ അടിച്ചിരിക്കുന്ന ക്ലിയർ കോട്ടും നമ്മൾ ക്യാപ്സീൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ഗ്രാഫിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് സ്റ്റിക്കർ അല്ല, ഇത് നമ്മൾ പെയിന്റിൽ തന്നെ ചെയ്ത് എടുത്തതാണ്. ഫ്രണ്ട്, ബാക്ക്, ഹബ്ബ്, ചെയിൻ കവർ, എൻജിൻ, ഇതിനെ നമ്മൾ അടിച്ചിരിക്കുന്ന പെയിന്റ് മെറ്റാലിക് സാൻഡ്രിഫ്റ്റ് ഗ്രേ ആണ്, ക്യാപ്സീലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ മുകളിൽ അടിച്ചിരിക്കുന്ന ക്ലിയർ കോട്ടും ക്യാപ്സി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ക്രാഷ് ഗാർഡിനും ബോഡി പാർട്സിന്റെ ഈ പാർട്ടിനൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്ന പെയിന്റ് PUന്റെ മാറ്റ് ബ്ലാക്ക് ആണ്. പിന്നെ ചേസിനും സിലിണ്ടറിനും ഒക്കെ നമ്മൾ ചെയ്തിരിക്കുന്ന പെയിന്റ് PUന്റെ ഗ്ലോസി ബ്ലാക്ക് ആണ്. റിയർ ഷോക്കിന്റെ സ്പ്രിങ് വണ്ടിക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. രണ്ട് കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ബ്ലാക്കും ഗ്രീനും. നെക്സ്റ്റ് ഫോർക്ക് ബൂട്ടിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഓൾഡ് പൾസർ 150ന്റെ ഫോർക്ക് ബൂട്ടാണ് ഇതിനു വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിന് ഹൈറ്റ് കുറവായിരുന്നു, ഹൈറ്റ് നമ്മൾ കൂട്ടിയതാണ്. ഹൈറ്റ് എങ്ങനെ കൂട്ടാമെന്ന ഒരു വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മിച്ചിലിന്റെ ടയറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. റിയർ ടയറിന്റെ സൈസ് 100/90/17. ഇതിന്റെ റിം സൈസും സെയിം ആണ്. ഫ്രണ്ട് ടയർ സൈസ് 318 ആണ്, റിം സൈസും സെയിം ആണ്. ഇതിന്റെ ഈ കാണുന്ന സ്റ്റീൽ കാരിയർ വണ്ടിക്ക് മാച്ച് ചെയ്യുന്നതിന് വേണ്ടി PUന്റെ മാറ്റ് ബ്ലാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ പഴയ സീറ്റ് തന്നെ നമ്മൾ റീസ്റ്റോറേഷൻ ചെയ്തെടുത്തതാണ്. പിന്നെ ഈ സീറ്റിന് ഒരു സ്റ്റീൽ ബീഡിങ് കൊടുത്തിട്ടുണ്ട്. ഈ ബീഡിങ് ഫ്ലക്സൽ ഒട്ടിക്കുന്ന ഒരു ഗമ്മുണ്ട്, മെറ്റ്ലോക്ക്, ആ ഗമ്മ് വെച്ചാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഈ ഗമ്മും ഈ സ്റ്റീൽ ബീഡിങ്ങും സ്റ്റിക്കർ കട്ടിങ്ങിന്റെ ഹോൾസെയിൽ കടയിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ പ്രോ ടേപ്പറിന്റെ ബ്ലൂ കളർ ഒരു ഗ്രിപ്പ് കൂടി നമ്മൾ ഇതിന് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡിസ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾഡ് പൾസർ 150ന്റെ ഡിസ്ക് സെറ്റാണ് ഇതിനു വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്ന ഒരു ബ്രേക്ക് കാലിപ്പറിന് കൊടുത്തിരിക്കുന്ന പെയിന്റ് മെറ്റാലിക് ഗോൾഡ് കളറാണ്, PUലാണ് എടുത്തിരിക്കുന്നത്. ഫ്യൂൽ ടാങ്കിന്റെ മുകൾ വശത്ത് പെട്രോൾ അടിക്കുമ്പോൾ സ്ക്രാച്ച് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് സ്റ്റിക്കർ കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മീറ്റർ സെറ്റ് പ്രിക്കോൾ ആണ്. കസ്റ്റം മെയ്ഡ് ഒരു ഹാൻഡിൽ ബാർ പൗച്ചും ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് മെക്കാനിക് വർക്ക്, നട്ട് വോൾട്ട്, വാഷർ, കേബിള്, ബെയറിങ്, അങ്ങനെ ഒരുപാട് സ്പെയർ പാർട്സുകളാണ് നമ്മൾ ഈ വണ്ടിയിൽ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോടും ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. കാരണം എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ ഫോൺ നമ്പർ ഞാൻ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ഫോൺ നമ്പറിനെ കൊണ്ട് അത്രയും ബുദ്ധിമുട്ട് എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് ആ നമ്പർ മാറ്റിയിട്ട് ഇപ്പം 3ാമത്തെ നമ്പറാണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് കമൻറ്റുകൾക്ക് റിപ്ലൈ നൽകാത്തത്, ഫോൺ നമ്പർ എന്തുകൊണ്ടാണ് കൊടുക്കാത്തത് എന്നതിനെക്കുറിച്ച് ഒരു വിശദമായ വീഡിയോ, എൻ്റെ പ്രശ്നങ്ങൾ വെച്ചിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായാൽ മാത്രം ചെയ്താൽ മതി. കൂടാതെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.